ജൂൺ 6 വിശുദ്ധ നോർബർട്ട് 1080 മുതൽ 1134 വരെ കാലഘട്ടം. പ്രിമോൺസ്ട്രൻസിസ് നോർബർട്ടൈൻസ് എന്ന സന്യാസ സഭയുടെ സ്ഥാപകനാണ് വിശുദ്ധ നോർബർട്ട്. അദ്ദേഹം ജർമ്മനിയിലെ റൈൻലാൻഡിൽ സാൻഡോൺ നഗരത്തിൽ 1080 ഒരു രാജകുടുംബത്തിൽ ജനിച്ചു. പഠനത്തിന് സമർത്ഥനായിരുന്നു. സുഖമായി ജീവിക്കണമെന്ന് മാത്രമേ വിചാരമുണ്ടായിരുന്നുള്ളൂ. 5ാം പട്ടം സ്വീകരിച്ചപ്പോൾ പോലും ലൗകിക ലക്ഷ്യങ്ങളിൽ നിന്ന് വിമുക്തനായിരുന്നില്ല. ഉല്ലാസപ്രിയനായ നോർബർട്ട് കൂടുതൽ നിയന്ത്രണം വന്നേക്കുമെന്നുള്ള ഭയത്താൽ 5ാം പട്ടം കഴിഞ്ഞ് മുന്നോട്ട് പോയില്ല. അദ്ദേഹത്തെ ബന്ധിച്ചിരുന്ന അലസതാ ശൃംഖലയെ ഭേദിക്കുവാൻ ഒരു അസാധാരണ അനുഗ്രഹം വേണ്ടിയിരുന്നു. ഒരിക്കൽ ഒരു മൈതാനത്തുകൂടെ കുതിരപ്പുറത്ത് സവാരി ചെയ്യുമ്പോൾ കാറും കോളും വരികയും കുതിര ഭയന്ന് നോർബർട്ടിനെ തള്ളി താഴെയിടുകയും അവിടെ ബോധമില്ലാതെ 2 മണിക്കൂർ കിടക്കുകയും ചെയ്തു. ബോധം വന്നപ്പോൾ സാവൂളിനെ പോലെ നോർബർട്ട് ചോദിച്ചു, കർത്താവേ, ഞാൻ എന്തു ചെയ്യണമെന്നാണ് അങ്ങയുടെ തിരുമനസ്? ആന്തരികമായ ഒരു സ്വരം ശ്രാവ്യമായി, തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുക, സമാധാനത്തെ പിന്തുടരുക. അനുതാപപൂരിതനായ നോർബർട്ട് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് പകരം മൗനവും ഏകാന്തതയും ഭജിച്ചു. രോമച്ചട്ട ധരിച്ചു. പ്രാർത്ഥനയിലും ധ്യാനത്തിലും നിമഗ്നനായി. വിശുദ്ധ സിഗ്ബർട്ടിൻ്റെ സെമിനാരിയിൽ വെച്ച് നടത്തിയ ധ്യാനം കൂടുതൽ മാനസാന്തരത്തിന് വഴിതെളിച്ചു. 2 കൊല്ലവും കൂടി ഒരുങ്ങിയ ശേഷം പുരോഹിത പട്ടം സ്വീകരിച്ചു. 40 ദിവസത്തെ ഒരു ധ്യാനവും കൂടി കഴിച്ചാണ് പ്രഥമ ദിവ്യബലി സമർപ്പിച്ചത്. സുവിശേഷ വായനയ്ക്ക് ശേഷം ലൗകിക സുഖങ്ങളുടെ മായാ സ്വഭാവത്തെപ്പറ്റി അദ്ദേഹം സംസാരിച്ചു. പിറ്റേ ദിവസം തങ്ങളുടെ ചാപ്റ്റർ യോഗത്തിൽ സഭയിലുള്ള തെറ്റായ സാമ്പത്തിക ക്രമങ്ങളെക്കുറിച്ച് ഫാദർ നോർബർട്ട് ചൂണ്ടിക്കാണിച്ചു. കുറേ പേർ പരിഷ്കാരങ്ങൾ സ്വീകരിച്ചു. കുറേ പേർ അദ്ദേഹത്തെ നഖശിഖാന്തം എതിർത്തു. തനിക്കുണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം ദരിദ്രർക്ക് കൊടുത്ത ശേഷം ജലാസിയൂസ് മാർപ്പാപ്പയുടെ അടുക്കൽ ഒരു മുഴുവൻ കുമ്പസാരം നടത്തി. സൗകര്യമുള്ളിടങ്ങളിലെല്ലാം സുവിശേഷം പ്രസംഗിക്കുവാനുള്ള അനുവാദം അദ്ദേഹം വാങ്ങി. ഞായറാഴ്ചകളിലൊഴികെ മറ്റു ദിവസങ്ങളിൽ സന്ധ്യാസമയം വരെ ഒന്നും കഴിച്ചിരുന്നില്ല. അക്കാലത്ത് മാർപ്പാപ്പയുടെ അനുവാദത്തോടുകൂടെ പ്രിമോൺസ്ട്രൈൻസിയൻ സന്യാസ സഭ അദ്ദേഹം ആരംഭിച്ചു. ഇടവക വൈദികരുടെ ജോലിയും ചെയ്യണം, സന്യാസ നിയമങ്ങൾ പാലിക്കുകയും വേണം. അഗസ്റ്റീനിയൻ സഭയുടെ പരിഷ്കൃത നിയമങ്ങളാണ് അദ്ദേഹം സ്വീകരിച്ചത്. വിശുദ്ധ കുർബാനയ്ക്കെതിരായി ദൂഷണങ്ങൾ പ്രചരിപ്പിച്ചിരുന്ന ഒരു കൂട്ടർ അന്ന് ആൻറ്റ്വെർപ്പിലുണ്ടായിരുന്നു. അവരിൽ ചിലർ തിരുവോസ്തി മലിന പ്രദേശങ്ങളിൽ കുഴിച്ചിട്ട് അവരുടെ വിദ്വേഷം പ്രകടമാക്കിയിരുന്നു. നോർബർട്ട് ആ തിരുവോസ്തി കണ്ടുപിടിച്ച് സക്രാരിയിൽ ആഘോഷപൂർവ്വം സ്ഥാപിച്ചു വന്നു. ഹൃദയസ്പർശകമായ പ്രസംഗങ്ങൾ വഴി അദ്ദേഹം പാഷണ്ഡികളെ മാനസാന്തരപ്പെടുത്തി. ആകയാൽ വിശുദ്ധ നോർബർട്ടിനെ അരളിക്ക് കരങ്ങളിൽ സംവഹിക്കുന്നതായിട്ടാണ് ചിത്രീകരിക്കാറുള്ളത്. 1126 നോർബർട്ട് മാഡ്ഗീബർഗിലെ മെത്രാനായി നിയമിക്കപ്പെട്ടു. ജീവിതം പണയം വെച്ച് പല പരിഷ്കാരങ്ങളും അദ്ദേഹം നടപ്പിൽ വരുത്തി. 53ാമത്തെ വയസ്സിൽ ആർച്ച് ബിഷപ്പ് നോർബർട്ട് ദിവംഗതനായി. വചനം റോമ 6-ാം അധ്യായം 22-23 വാക്യങ്ങൾ. പാപത്തിൻ്റെ വേതനം മരണമാണ്. ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴിയുള്ള നിത്യജീവനം. വിചിന്തനം. ജനങ്ങളും വൈദികരും താൻ തന്നെയും വിശുദ്ധ കുർബാനയോട് ചെയ്തിട്ടുള്ള നിന്ദാപമാനങ്ങൾക്ക് പരിഹാരം ചെയ്യുകയായിരുന്നു വിശുദ്ധ നോർബർട്ടിൻ്റെ അഭിനിവേശം. വിശുദ്ധ കുർബാനയോട് നമുക്കുള്ള ഭക്തി അനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിത തീഷ്ണതയും.